കോഴിത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക, നമുക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാര് അപ്രോച്ച് ചെയ്യുക എന്നൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ എന്താണ് ഞങ്ങളെല്ലാവരും പല പല സന്ദർഭങ്ങളിലും ഞങ്ങൾ വ്യാപൃതരാവുന്ന ആ പ്രവൃത്തിയെ കൺസെന്റ് മനസ്സിലാക്കാത്ത കുറെ ഓക്കെ കുറെ ആളുകൾ വന്ന് കളങ്കപ്പെടുത്തുന്നു എന്നാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. കൺസെന്റ് മനസ്സിലാക്കാതെ ഈ ഫ്ലർട്ടിങ്ങിനും മറ്റേതിനും മറിച്ചതിനും ഒന്നും ഇറങ്ങാൻ നിൽക്കരുത്. ആദ്യം ഇതൊക്കെ പഠിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അമൃത പറഞ്ഞോ. ആ ഓക്കെ. ഹായ് കുഞ്ഞില. ഹായ് എല്ലാവർക്കും. ഹായ്. എൻ്റെ ഹായ്. ആ അല്ല ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ ഇതേ ടോപ്പിക്ക്, അതായത് നമ്മളെ സെക്ഷലി ലിബറേറ്റ് ചെയ്യുന്ന ടോപ്പിക്ക്, ലൈക്ക് എനിക്ക് അങ്ങനെ നേരിട്ടുള്ള പരിചയം കുറവുണ്ട്. ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് കെട്ടി ഇപ്പം 2 വർഷമായി. എൻ്റെ ഇപ്പം അങ്ങനെ ആരും വന്ന് മുട്ടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതല്ല എനിക്ക് ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. അവള് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി നല്ലതായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ സംസാരിക്കുകയും അതിനെപ്പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കാനൊക്കെ, ഫെമിനിസത്തെ പറ്റിയും സ്വന്തം റൈറ്റ്സിനെ പറ്റിയും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവൾ ഒരു ദിവസം എന്നെ ഒരു രാത്രി എനിക്ക് മെസ്സേജ് അയച്ചു. എടാ, ഞാൻ ഇതുവരെ ആരുമായിട്ട് ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സെക്ഷലായിട്ടോ, അത് പ്രേമബന്ധം പോലും ആ കുട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ആയിരിക്കണം, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഒരു ഫ്രണ്ട് വന്നിട്ട്, സ്കൂൾ ഫ്രണ്ട് പെട്ടെന്ന് കൊടുന്നതിനെ ഒരു ദിവസം കുറേ നാളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഒരു കൊടുന്നതിനെ വന്നിട്ട് പറയാണ്, നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നീ ഇതുവരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ, നീ ഇതുവരെ സെക്ഷലി ആക്റ്റീവ് ആണോ, അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് അങ്ങനെയല്ല, നമ്മൾ തുറന്ന് സംസാരിക്കുന്നവരാവണമല്ലോ പെൺകുട്ടികൾ. ഇപ്പം അതായത് ആരെന്ത് XYZ ചോദിച്ചാലും തുറന്നു പറഞ്ഞില്ലേ ഉടനെ നമ്മൾ പിന്നോക്കക്കാരാന്നുള്ള മട്ടിലുള്ള ഇതന്നെ ഗായത്രിയും ദിവ്യൊക്കെ പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ എന്നിട്ട് എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ ഈ ഒരു ടോപ്പിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്കും ആദ്യം കത്തിയില്ല. എന്നിട്ട് ഇവളെന്നോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പിന്തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പോയതെന്ന്, ആ പയ്യൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെ എനിക്കും മനസ്സിലായില്ല ഇതൊരു ഗ്രൂമിങ് പ്രോസസ്സ് ആണെന്നുള്ളത്. പെട്ടെന്ന് ഈ കുട്ടി, അതായത് എല്ലാ രീതിയിലും വളരെ ഉയർന്ന തലത്തിൽ ഞാൻ കരുതുന്ന ഈ പെൺകുട്ടി സ്വയം ഞാൻ കുറഞ്ഞു പോയോ, ഇനി എന്ത് പ്രശ്നമാണോ, അങ്ങനെ ആ കൊച്ചിലൊരു എന്താ പറയുന്ന ഒരു അപകർഷതാബോധം ഇത് ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് അപ്പം തോന്നി. അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഞെട്ടിയോ, ഇങ്ങനെയും ഏർപ്പാടുകളുണ്ടോ, ആളുകൾ ഇങ്ങനെ ആളുകളെ തോന്നിപ്പിച്ചാണോ അവനവൻ്റെ കാര്യങ്ങൾ നടത്താൻ നോക്കുന്നതെന്ന് ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഞാൻ അവിടുത്തെ പറഞ്ഞു, എടാ മിക്കവാറും ഇത് അവൻ്റെ അവൻ ഞാൻ എന്നിട്ട് അവനെ പറ്റി ചോദിച്ചു, ഇന്ന് വരെ നിങ്ങൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരുന്നത്, എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള വ്യക്തിയാണോ, എങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം ഇപ്പോൾ സാധാരണ പെൺകുട്ടികൾ വരെ ഇപ്പോൾ ഫെമിനിസോ അവനവൻ്റെ റൈറ്റ്സിനെയൊക്കെ ബോധ്യം വന്ന് അതിനൊക്കെ പ്രതികരിക്കാനും, ചെറിയൊരു വിഷയം വന്ന് നല്ലൊരു സ്റ്റേറ്റസ് ഞാൻ സാധാരണ ലൈക്ക് ഇങ്ങനെ എന്താ പറയുക, നിങ്ങളൊക്കെ IFK നമ്മളൊക്കെ, ഞാനൊക്കെ എന്ന് വെച്ചാൽ ജോലി പഠിത്തം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി, നമുക്കൊരു സത്യമനം അങ്ങനെ ഒന്നും പുറത്തൊന്നും ഇറങ്ങി നടന്നിട്ടൊന്നും ഇല്ല ഒത്തിരി ഒന്നും. അപ്പോൾ എൻ്റെ കൂട്ടൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവൾ നേരിടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല ഈ എന്ത് ഉദ്ദേശമാണ്. പിന്നെ ഈ ഫേസ്ബുക്ക് നോക്കുമ്പോൾ തന്നെ കുറെ റൊമാൻറ്റിസൈസേഷൻ ആണ്, എല്ലാത്തിനും റൊമാൻറ്റിസൈസ് ചെയ്യാണ്. എന്ത് കുന്ത്രാണ്ടോ, ഇതിന്റെ പീരീഡ്സിനെ പറ്റി ആരാണ്ട് 7 ദിനരാത്രങ്ങൾ എനിക്ക് തരുന്നു, അങ്ങനെയാണ്ടല്ലേ മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരു. എന്ത് തേങ്ങ. ഞാൻ ഈ ഫേസ്ബുക്ക് വല്ലപ്പോഴേ എടുക്കാറുള്ളൂ. ഞാൻ കണ്ടി എന്തുവാ ഈ എഴുതി വെച്ചേക്കുന്ന, അയ്യേ എനിക്ക് ഒരുത്തന്റെ മുഖം കാണണ്ടേ, എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലും കാണാൻ തോന്നാറില്ല. ഈ 6-7 ദിവസം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലിരിക്കും. ഇത് 7 ദിനരാത്രങ്ങൾ എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് തള്ളി വിട്ടേക്കുന്നു. ഇതൊക്കെ എന്ത് വെറുപ്പിക്കലാണെന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു സംശയം, ഗായത്രി പറഞ്ഞില്ലേ ആളുകൾക്ക് ഈഗോ കുറവാണെന്ന്, അത് പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണോ ഉദ്ദേശിച്ചത്, കേരളത്തിന് പുറത്ത് അതായിരുന്നു ഉദ്ദേശിച്ചത്? അല്ല അല്ലല്ല, എല്ലായിടത്തും ഗുണങ്ങളുണ്ട്. ഞാൻ പലയിടത്തും ഗുണകളെ കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് പുറത്തുനിന്ന് ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ്, അല്ലാതെ മുംബൈ, ദില്ലി, അല്ലല്ല, പല പല സ്ഥലങ്ങളിൽ നിന്നും പല പല കാലങ്ങളിൽ പല പല ഊളകളും ഞാൻ മനസ്സിലായി. കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കേരളത്തിന് പുറത്ത് നല്ലതെന്നല്ല, പക്ഷെ ആ ഒരു സ്പേസിൽ ഭയങ്കര ഒരു ലിറ്ററലി ഒരു എന്താ പറയാ, വേണമെങ്കിൽ സേഫ്റ്റി തോന്നാറുണ്ട് ആളുകൾക്ക് കുറേ കൂടെ ഇഷ്ടമുള്ള എന്ന് തോന്നുന്നു. അതെ, അത് എന്താണ്. ഞാനും പുറത്ത് പഠിച്ചു. ഞാൻ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു വേളയിൽ. പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം ഞാനും പുറത്താ ചെയ്തത്. അപ്പൊ എനിക്കും ഇതേ
ഒരു വ്യത്യാസം തോന്നിയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ എന്ന് വെച്ചാൽ അപ്രോച്ച് ആണെങ്കിൽ മര്യാദയ്ക്കുള്ള അപ്രോച്ച് ആണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 വർഷം PG ചെയ്തത് ഡൽഹിയിലായിരുന്നു. അപ്പൊ എനിക്ക് നേരിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള പയ്യന്മാർ, അതായത് നോർത്ത് ഇന്ത്യൻ പയ്യന്മാർക്ക് ഒരു പ്രശ്നമില്ല, അവർ നല്ല മാന്യമായിട്ടാണ് എന്നോട് ഇതുവരെ ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ പലരും അങ്ങനെയല്ല, 1-2 പേരൊക്കെ ഇഷ്ടമാണ്, ആ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ല, പ്രേമമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിതെൻ്റെ മല്ലു ഫ്രണ്ട്സ് ബോയ്സിനോട് ചെന്ന് പറയുമ്പോൾ അവർ പറയും, നീ ഇങ്ങനെ തെറിച്ച് നടക്കുന്നോണ്ടാ, നീ ഒരു മലയാളി, ഞാനേ ഉള്ളായിരുന്നു അവിടെ മലയാളി ഒരു പെൺകുട്ടി എൻ്റെ കോളേജിൽ. അപ്പൊ നീ ഇങ്ങനെ തെറിച്ച് നടക്കുന്നുണ്ടാ, നീ ഇങ്ങനെ ആയോണ്ടാ, നീ അപ്രോച്ചബിൾ ആണെന്ന് നിന്നെ കണ്ടിട്ട് അവന്മാർക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ മെന്റൽ സ്പിരിറ്റിനെ കെടുത്തിയിട്ടുള്ളത് ഈ മലയാളി ചെറുക്കന്മാരാണ്. എന്തൊരു ഈഗോ ആണെന്നറിയാം. എന്നിട്ട് അത് വീണ്ടും ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഇത് മല്ലൂസിന് മാത്രം അല്ല, സോറി, മലയാളികൾക്ക് മാത്രം ഉള്ളതല്ല. എനിക്കും ഇങ്ങനെയൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്നു. എനിക്ക് ബംഗാളി മനുഷ്യരോട് ഭയങ്കര ക്രഷായിരുന്നു കേട്ടോ. വെൻ ഐ സേ ബംഗാളി മനുഷ്യർ, വുമൺ, മെൻ, എല്ലാം, ലിറ്ററേച്ചർ, റോഡ്, കാർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഫുഡ്, വലിയ വികസനം ഒന്നുമില്ല പക്ഷെ അവിടെ ഒന്നും. അല്ല അല്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് മനസ്സിലായി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവിടെയും, അതായത് ഇതൊക്കെ വളരെ ഓക്കെ ആയിട്ടുള്ള സ്പേസിലുള്ള, അത്യാവശ്യം എന്താ പറയാ, സെക്ഷുവലി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം ഞാൻ ഈഗോ സെറ്റിൽഡ് ആയെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും ചെയ്തിട്ടൊന്നും ഒന്നും വേണ്ട. അല്ലാതെ തന്നെ അങ്ങനെ ലിറ്ററലി ഒരു അവസരങ്ങൾ കൊണ്ടും ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടും അല്ലെങ്കിൽ തോട്ട്സ് കൊണ്ടും ഒക്കെ യഥാർത്ഥത്തിൽ അവർ ദേ ആർ സോർട്ടഡ് ഔട്ട്. അങ്ങനെ ഉള്ളവരിൽ തോന്നിയിട്ടുണ്ട്. അതേസമയം വളരെ മൂരാച്ചികളായ ഈ മലയാളി പുരുഷന്മാരോട്, ഞാൻ തമിഴാണ്, അപ്പം എൻ്റെ മദർ ടങ് തമിഴാണ്, തമിഴ് മലയാളി ആളുകളോടൊക്കെ ഉള്ള പോലത്തെ അതേ ടോക്സിസിറ്റി ഉള്ള ബംഗാളി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള മറ്റേ എന്താ പറയാ, ഒരു ഭാദ്രോലോഗ് ഒരു സെറ്റപ്പ് ഉണ്ട്. അതിലോട്ടൊന്നും പോണ്ടെങ്കിൽ അത് വേറെ കഥയാണ്. അത് വേണ്ട. അപ്പൊ ഞാൻ തുടരാം. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ പഠിച്ചവിടൊക്കെ തന്നെ ആണെങ്കിൽ പെൺപിള്ളേരും കുടിക്കും, ആൺപിള്ളേരും കുടിക്കും, പെൺപിള്ളേരും വലിക്കും, ആൺപിള്ളേരും വലിക്കും. അവർക്ക് വേണ്ടുന്നവരുടെ കൂടെ അവര് ഇഷ്ടമുണ്ടെങ്കിൽ പോകും. പലരും കല്യാണമൊക്കെ കഴിച്ചു കേട്ടോ. 1-2 ട്രയലിന് ശേഷം ഓരോരുത്തരെ ഇഷ്ടപ്പെട്ട് PG ഒക്കെ ആയാലും 10-25 വയസ്സേ സെറ്റിൽ ആവാന്ന് വിചാരിച്ചിട്ടായിരിക്കും, ജോലിയൊക്കെ ആയി അവരൊക്കെ കല്യാണം കഴിച്ചു. പക്ഷെ ഇതിലൊന്നും പെടാതെ അവരൊക്കെ നിന്ന് ഇങ്ങനെ കൈകെട്ടി നിന്ന് നോക്കുകയും. ഇപ്പൊ ഞാൻ തന്നെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് മലയാളം പറയാൻ പോലും അവിടെ ഒന്നും ഒരു മനുഷ്യനില്ലായിരുന്നു. അപ്പൊ എനിക്ക് ആകെ സംസാരിക്കാനുള്ളത് മലയാളത്തിൽ വർത്താനം പറയാനുള്ളത് ഈ ചെക്കന്മാരേ ഉള്ളൂ. ഇവന്മാരൊക്കെ എന്നെ ഇങ്ങനെ ഓരോന്നിനും ക്രോസ് വിസ്താരം ഒക്കെ ചെയ്ത് എന്നെ ഒരു പരുവപ്പെടുത്തി തന്നായിരുന്നു. പക്ഷെ എനിക്ക് അതേ സമയം ഒരു മോശം അനുഭവം എനിക്ക് ഹിന്ദിക്കാരിൽ നിന്നുണ്ടായിട്ടില്ലെന്ന് ഞാനിവിടെ. അതുകൊണ്ട് മലയാളി ആണുങ്ങൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ ഗായത്രി പറഞ്ഞ അതേ പോയിന്റാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കുറേ കൂടെ സോർട്ടഡ് ഔട്ട് ആണ്. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. അവർക്കത് പറയാനും പെർസീവ് ചെയ്യാനും കുറച്ചും കൂടെ പറ്റുന്നുണ്ട് എളുപ്പത്തിൽ. ഈ മറ്റുള്ളവരും മല്ലൂസൊക്കെ പുറത്ത് നിന്നാലും കുറേ പേരൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നവരെയും കുറ്റപ്പെടുത്തി, ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമത്തി, ഇതൊന്നുമല്ല. ഇപ്പൊ മര്യാദയ്ക്ക് ഇരിക്കുന്ന എന്നെ വന്നിട്ട് നീ അങ്ങനെ നടക്കുക, നീ ഇങ്ങനെ നടക്കുക, അത് ഞാൻ സ്ലീവ്ലെസ്സോ ഇച്ചിരി ലൈക്ക് കഴുത്തിറങ്ങി ഉടുപ്പിട്ടാലും നീ ആരെ കാണിക്കാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുപ്പിച്ചു വരുമായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ, വേറെന്താ, ഒന്നുമില്ല. എനിക്കൊന്ന് ആഡ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഞാൻ ഇടയില് വേറെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ച് മറന്നുപോയി. എനിക്ക് എന്താണ് ഈ അനുഭവം അല്ല കേട്ടോ. നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് ബൈ ദ വേ എനിക്കും ഈ ബംഗാളികളുടെ എല്ലാ സംഗതികളും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താണ് പക്ഷെ അവിടെയും ഇത്തരത്തിലുള്ള പ്രെജുഡിസസും കാര്യങ്ങളും ഒക്കെ കൺസെന്റ് മനസ്സിലാവാത്ത പ്രശ്നമൊക്കെ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻസ് എസ്പെഷ്യലി അവർക്ക് എന്താണ് സോർട്ടഡ് ആണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ കൺസെന്റിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി ഇപ്പം ഡൽഹിനെയാണ് റേപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. എന്തൊരു എന്താണ് പ്രശ്നമാണ് ഒരു കൺട്രിക്ക് റേപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറയണവരെ. അപ്പം അവർക്ക് കൺസെന്റ് കൂടുതൽ മനസ്സിലാവുന്നതായിട്ടോ സോർട്ടഡ് ആയിട്ടോ എനിക്ക് തീരെ തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ഈ പുറത്ത് പോയി പഠിക്കുന്ന സമയത്ത് കുറെ നോർത്ത് ഇന്ത്യൻസിന് എന്താണ് കാണാനും ഇടപഴകാനും ഒക്കെ അവർക്ക് ബേസിക് ആയിട്ട് ഒരു അതായത് കള്ളു കുടിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കരുത് എന്ന് ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ നിങ്ങളൊക്കെ മോറലിസ്റ്റുകളാണല്ലേ, കള്ളു കുടിക്കുന്നതിന് എതിരാണല്ലേ എന്നൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻസ്, ഭയങ്കര ബാലിശമായിട്ടുള്ള ഒരു സംഗതി മനസ്സിലാവാത്ത തരത്തിലുള്ള പെരുമാറ്റം ഭയങ്കരമായിട്ട് നോർത്ത് ഇന്ത്യൻസിന്റെ അടുത്ത് നിന്നൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്,
അല്ല ആക്ച്വലി അത് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് കമ്മ്യൂണൽ അല്ല, എന്താ അതിന് പറയാ, ദേശവാദോ എന്തോ ആയിപ്പോവും. ഞാൻ ഉദ്ദേശിച്ചത് പബ്ലിക് സ്പേസസിൽ, ഇപ്പം UP പോലുള്ള ഒരു സ്ഥലത്ത് പബ്ലിക് സ്പേസസിൽ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെടുന്നത്. അതായത് കേരളത്തിൽ വന്നു കഴിഞ്ഞാലാണ്, ഇപ്പം ബോംബെയിൽ ഇറങ്ങി നടക്കണ സമയത്ത് എന്നെ ആരും നോക്കുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അത് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂരും അങ്ങനെ നോക്കണായിട്ട് തോന്നാറില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിൽ എത്തിയാൽ ഉടനെ എനിക്ക് ആ ഗേസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്റെ ശരീരത്തിൽ. അപ്പം ആ സംഭവം ഈ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ട് ഞാൻ എന്താണ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നെ, ഡ്രീമേഴ്സ് പറഞ്ഞപ്പം, ഡ്രീമേഴ്സ് ബെർട്ടലൂച്ചിന്റെ അല്ലേ ഗായത്രി? അതെ 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 യെസ് അതെ യെസ് അതെ. അതെ അതെ ആ, അപ്പം ബെർട്ടലൂച്ചിന്റെ തന്നെയാണ് ലാസ്റ്റ് ടാങ്കോ ഇൻ പാരീസ് എന്നാണ് എന്റെ ഓർമ്മ. അതെ അതെ ആ, അതെ അപ്പം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എനിക്ക് ആദ്യം ഈ ലാസ്റ്റ്, ആക്ച്വലി ഡ്രീമേഴ്സ് ഭയങ്കര ഗംഭീര സിനിമയാണ് എന്ന അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സൗത്ത് ഇന്ത്യയിലെ ഏക വ്യക്തിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ലാസ്റ്റ് ടാങ്കോ ഇൻ പാരീസ് എനിക്ക് ആദ്യം കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് അതിനകത്തെ ആക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര ബ്രില്യന്റ് ആക്ടറാണ് ആ സ്ത്രീ. അവര് പറഞ്ഞു അതിനകത്ത് എന്താണ് സെക്സ് ചെയ്യുന്ന, അതായത് ഇവര് കാലിയായ അപ്പാർട്ട്മെന്റ് കാണാൻ പോണ സ്ഥലത്ത് ഒരു സെക്സ് സീൻ ഉണ്ട്. അതെ 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 ആ അത് അവര് അ- കൺസെന്റ് യെസ് ഇല്ലാതെയാണ് യെസ് യെസ് ചെയ്തത് അതെ, ആയിരുന്നു. എക്സാക്ട്ലി അതാണ് അതെ എനിക്ക് അതെ ഓർമ്മ അതെ അതെ. വന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, കോയിൻസിഡൻസ്. ഇവര് എന്താണ് നമ്മളെ വരൂ എന്റെ കൂടെ കിടക്കൂ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ഡ്രീമേഴ്സ് സിനിമയുടെ ആള് ഡയറക്ട് തന്നെ. ചെയ്തത്. അതെ, എക്സാക്ട്ലി. എന്താണിത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പക്ഷെ അതും നമ്മൾ കൺസെന്റ് ഡിസ്കസ് ചെയ്യുമ്പോഴേ, നമ്മളൊരു എസ്പെഷ്യലി ഇപ്പം ഫിൽം മേക്കിങ്ങിൽ ഒക്കെ വരുമ്പം നടി എന്ന് പറയുന്ന ആളുടെ കൺസെന്റ്, അതിനെന്താണ് ഒരു വാല്യൂ കൊടുക്കാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം എന്താണ്, ഓഫ് കോഴ്സ് നടിയുടെ ജോലിയാണ്, റോൾ എന്താണെന്ന് വെച്ചാൽ ചില ആക്ടേഴ്സ് കംഫർട്ടബിൾ ആണ് ചില കാര്യങ്ങൾ ചെയ്യാൻ, ചില ആക്ടേഴ്സ് കംഫർട്ടബിൾ അല്ല. പക്ഷേ അതിന് ഇൻഫോം ചെയ്യുക എന്നുള്ളത് ബേസിക് കൺസെന്റ് അല്ലേ? ഇപ്പം മറ്റേ അയാളുടെ പേരെന്താണ്, ബാറ്റിൽ ഇൻ ഹെവൻ എടുത്ത ആള്, എന്റെ ഐ എം സോ ബാഡ് അറ്റ് നെയിംസ്. എനിവേ, ഷെടാ, ഓക്കെ, പേര് ഓർമ്മ വരുന്നില്ല. ബാറ്റിൽ ഇൻ ഹെവനിലൊക്കെ അയാളുടെ സിനിമകളിൽ ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്സ് സീനുകളുണ്ട്. അപ്പം അതിലകത്ത് പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ചിലവര് എന്താണ് ഷൂട്ടിന്റെ സമയത്ത് സെക്സ് ചെയ്യുന്നതിനായിട്ട് എഗ്രി ചെയ്യും, ചിലര് അത് വെറും എന്താണ് അഭിനയിക്കുന്നതായിട്ട് മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് അത് പറയണം. അല്ലാണ്ട് എന്താണ്, ഓക്കെ ഇവിടെ ഇങ്ങനെ ഇംപ്രൊവൈസ് ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് ചില ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ, എസ്പെഷ്യലി ബെർട്ടലുച്ചിന്റെ ആ ഇൻസിഡന്റ് വന്നേ പിന്നെ ഇംപ്രൊവൈസ് ചെയ്ത് സെക്സ് ചെയ്തോളാനൊക്കെ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇംപ്രൊവൈസ് ചെയ്യുമ്പം നടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടോ ഇവര്? സീനിൽ അങ്ങനെ ഡയലോഗ് ഇല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി എനിക്കത് കേട്ടപ്പോ. അത്രേ ഞാൻ ഉള്ളൂ. ഇതിൽ ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഞാൻ ആ പറഞ്ഞ സ്പേസ് ഉണ്ടല്ലോ, എനിക്ക് കുറച്ചുകൂടി experience ഉണ്ടായിരുന്ന space ആണ്. അതൊരു കേൾക്കണില്ല ഗായത്രി, കേൾക്കണില്ല. ഹലോ ഇപ്പൊ കേൾക്കാമോ? ഹലോ കുറച്ച്. ഇപ്പൊ ക്ലിയർ ആണോ? ആ ആ, ഓക്കെ, ഇപ്പൊ ഇപ്പൊ ക്ലിയറാ. ഓക്കെ ആണ്. ഞാൻ ആ ഒരു പറഞ്ഞ സ്പേസ്, എൻ്റെ ഒരു ഹയർ സ്റ്റഡീസിന്റെ സ്പേസ് ആക്ച്വലി അത് നോർത്ത് ഇന്ത്യൻസ് മാത്രമല്ല, അവിടെ എല്ലാ, അതായത് ഇന്ത്യയിലെ ഒരു നാഷണൽ ലെവലിൽ എക്സാം ഒക്കെ എഴുതി വരുന്ന, നീറ്റ് ക്ലിയർ ചെയ്ത് വരുന്ന ഡോക്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ പേരുള്ള സ്ഥലമാണ്. അപ്പം എനിക്ക് പിന്നീട് തോന്നിയത്, ഞാൻ ഈ പറയുന്ന പോലെ ഈഗോ സോർട്ടഡ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ MBBS MD അങ്ങനെയൊക്കെ വളരെ എന്താ പറയുക, ഇപ്പം ക്രീം ഓഫ് ദി ക്രീം ആയിട്ടുള്ള വളരെ ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള, ഇതിനൊന്നും വേണ്ടി ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത, പിന്നെ കുറേയൊക്കെ സോർട്ടഡ് ഔട്ട് ആയിട്ടുള്ള ആളുകൾ എന്ന രീതിയിലാണ്. അതിൽ മറ്റേ ജമ്മു കാശ്മീരിൽ നിന്ന് 2-3 പേര്, അല്ലെങ്കിൽ ലഡാക്കിൽ നിന്ന് പേര്, ബംഗാളിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കതിൽ മനസ്സിലായ ഒരു കാര്യം, ആ ഒരു ഞാൻ വർക്ക് ചെയ്തിരുന്നൊരു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവിടെ ഒരു പൊതു സ്വഭാവമുണ്ട്. ആ പൊതു സ്വഭാവത്തില് നിങ്ങളിപ്പോ ഒരു സ്മോക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയോട്, എൻ്റെ ഫ്രണ്ട്സ് സ്മോക്ക് ചെയ്യുന്നവരുണ്ട്, അപ്പൊ അവര് സ്മോക്ക് ചെയ്യുന്നവരോട് നിങ്ങൾ നീ എന്തിനാ ഇത്ര വലിക്കുന്ന എന്ന് ഒരു പെൺകുട്ടിയോട് ഒരാൾ ചോദിച്ചാൽ, അവിടെയുള്ള ഇപ്പം സീനിയർ സൈക്കാട്രിസ്റ്റുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടെയുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ, അവിടെയുള്ള കുറേ പേര് അങ്ങനെയൊന്നുമില്ല, അവര് ഇത് ചോദിക്കാൻ നീ ആരാ, നീ എന്തിനാ അവളോട് മാത്രം ചോദിക്കണേ എന്ന മട്ടിൽ
ചോദിക്കും. അപ്പം അവിടുത്തെ പൊതുസമ്മതി എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്, അവിടെ മദ്യപിക്കുന്നവരാണ് മദ്യപിക്കാത്തവരെക്കാളും കൂടുതൽ. ഞാൻ ഇതൊരു ഉദാഹരണം പറയുന്നതാണ്. അവിടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വൺ നൈറ്റ് സ്റ്റാൻഡോ ഒക്കെ വളരെ ഓക്കെ ആയിട്ടും ഇപ്പം ഇതിനെ വേറൊരു രീതിയിൽ പോയി മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പേസ് ഇല്ലാത്ത വേറൊരു എന്താ പറയുക ഒരു കൾട്ട് സ്പേസ് പോലത്തെ ഒരു സ്പേസ് ആണ്. ഇപ്പൊ ടിസ് എന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി ഒരാളുടെ ഇപ്പൊ ടിസ് എന്നുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ, കാരണം നമുക്കറിയാം അവർ എത്രമാത്രം സോർട്ടഡ് ഔട്ട് ആണ്, എത്രമാത്രം നോൺ ജഡ്ജ്മെന്റൽ ആണ്, അവർ എത്രമാത്രം നമ്മളിൽ നിന്നൊരു എക്സ്പ്ലനേഷനോ ഒന്നും ചോദിക്കുന്നില്ല. അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ബിയർ കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു യാത്ര നമുക്ക് ഒരു 5-6 പേർക്ക് കൂടെ ഒരു യാത്ര പോയാലോ അല്ലെങ്കിൽ പോയി ഗോൾഗപ്പ കഴിച്ചാലോ എന്ന് ചോദിച്ചാൽ, ഒരു ആൺകുട്ടി ചോദിച്ചാലും അതിന്റെ അർത്ഥം അതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിയത്. ആ ഒരു കൺഫർമേഷൻ അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതായത് എന്റെ പ്രശ്നമല്ല, ഇവിടെയുള്ള ഊളകളുടെ ഡ്രീമേഴ്സും വിക്കി ക്രിസ്റ്റീന ബാഴ്സലോണയുടെയും നറേഷന്റെ പ്രശ്നമാണ്. അവര് മറ്റേ KTDC ബിയർ പാർലർ എന്ന് പറയുമ്പം ഇവരുടെ നാടോടിക്കാട്ടിലെ മറ്റേ സാധനം കയ്യിലുണ്ടോ എന്ന രീതിയിലാണ് ഇവന്മാര് ചോദിക്കുന്നത്. നമുക്കത് അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് ഇത് ഇവരുടെ ബിരിയാണി കൊടുത്താലോ സ്പേസ് എക്സാക്ട്ലി അത് ഇവരുടെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ സ്പേസ് ആണ്. അല്ലാതെ ഞാൻ ഒരു നോർത്ത് ഇന്ത്യ കുഞ്ഞിലേക്ക് പറയുന്ന പോലെ എല്ലാത്തിലും ഭയങ്കര ഊളകളും അവർ ചിലപ്പോൾ നമ്മളുടെ മുന്നേ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളുടെ മുന്നേ കുട്ടി മല്ലുവാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ നല്ലതാവുന്നത് ആ സ്പേസിൽ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു പ്രോഗ്രസീവ് പിക്ചർ ആയിരിക്കാം എന്ന് പറഞ്ഞ് അവരിപ്പോ വേറൊരു അടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയോട് അങ്ങനെ പെരുമാറണം എന്നൊന്നും ഉറപ്പൊന്നുമില്ല. ബേസിക്കലി കൺസെന്റിനെ കുറിച്ച് ബോധം ഉണ്ടെങ്കിലും മറ്റേ താത്വിക ജാട വെച്ച് കാണിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്പത്തരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എനിക്ക് തോന്നുന്നതേ ഈ ഒരു 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 എന്താ പറയാ താത്വിക ബാധ്യത കൂടുതൽ ഈ പറയുന്ന മലയാളി ബംഗാളി ആണുങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നാറുണ്ട്. കാര്യം അവർക്ക് ഈ മാർക്സിസം ഒന്നും പറയാതെ നീശൊന്നും പറയാതെ ഇതിലോട്ട് വരാൻ പറ്റില്ല. ഞാൻ ഇത് ഈ രണ്ടുപേരിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ. ഈ ഒരു താത്വിക ബാധ്യത. അമൃത വരാം, ഒരു മിനിറ്റ്. ദിവ്യ കംപ്ലീറ്റ് ആക്കിയോ? ആയി ഇത് ജസ്റ്റ് ആഡ് ചെയ്യാൻ. ഞാനും എഗ്രി ചെയ്യുന്നു. താത്വിക ബാധ്യത വളരെ കൂടുതലായി കണ്ടുവരുന്ന 2 ഇനങ്ങളാണ് മല്ലൂസും ബംഗാളികളും. അമൃത പറഞ്ഞോ. അല്ല ഞാൻ പറയാൻ വന്നത് ഗായത്രി പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനും പഠിച്ചതെന്ന് പറയാനായിരുന്നു. ക്രീം ഓഫ് ദി ക്രീം പോലെ. അതുകൊണ്ടായിരിക്കാം ലൈക്ക് സാധാരണക്കാര് എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ളവരുമായിട്ടൊന്നും ഞാൻ അങ്ങനെ ഇടപഴകിയിട്ടില്ല. ഞാൻ പഠിച്ച കോളേജ് എന്ന് പറഞ്ഞാലും എല്ലാവരും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറെ പേര് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവര് ആ ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഗായത്രി പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ അവിടെ ചെന്ന് ആദ്യം വാവിളിച്ച് നിൽക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ജീവിക്കാല്ലേ എന്നുള്ളത്. നമ്മളിവിടെ എന്ന് വെച്ചാൽ കുറെ ഞാനിവിടെ ഒരു സാധാരണ നാടൻ ശൈലിയിലുള്ള ആളുകളെയും മനുഷ്യരെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ആവാം, ലൈക്ക് ഒരു സേഫ് സ്പേസ് ആയിട്ട് എൻ്റെ ഒരു കോളേജ് അന്തരീക്ഷം എനിക്ക് തോന്നി. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പൊ കുഞ്ഞിലയുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടെ വൈഡർ ആവാൻ എൻ്റെത് ഈ ഒരു സ്പെക്ട്രത്തിനകത്തായിരുന്നു. അത് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അല്ല, അത് മനസ്സിലായി അമൃത. അത് നമ്മള് എൻകൗണ്ടർ ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ബേസ് ചെയ്തിട്ടിരിക്കുമല്ലോ. നമ്മുടെ സാമ്പിൾ സെലക്ഷൻ എങ്ങനെയാണെന്ന് ബേസ് ചെയ്തിട്ടിരിക്കുമല്ലോ റിസർച്ച്. അതെ എനിക്ക് നന്നായി, എനിക്ക് എക്സാക്ട്ലി ഹെൽപ്പ് ചെയ്ത് എന്നെ. അല്ല, ഈവൻ ഇപ്പം ദിവ്യ പറഞ്ഞപ്പോഴേ, ദിവ്യ ടിസിന്റെ കാര്യം പറഞ്ഞപ്പം ഇറ്റ് ഈസ് എക്സംപ്ലറി. അവരുടെ ICC ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊരു സമാധാനം ഉണ്ടായിന്നറിയോ അത് കേട്ടപ്പം. ഞാൻ പഠിച്ച സ്ഥലത്ത് ഗായത്രി പറഞ്ഞോ. ഞാൻ പഠിച്ച സ്ഥലത്തും ഇതുപോലെ ഒരു ഞാൻ ഈ പറഞ്ഞ ഇതേ സ്പേസിൽ തന്നെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായി. ഒരു പെൺകുട്ടി അവരവിടെ MD ചെയ്യായിരുന്നു. ആ കുട്ടിക്ക് അവിടുത്തെ സീനിയർ, അതായത് നമ്മൾ മറ്റേ ഡിഗ്രി CID ഡിപ്ലോമ CID എന്ന് പറയുന്ന പോലെ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും പെർമനന്റ് എംപ്ലോയീസും കോൺട്രാക്ട് എംപ്ലോയീസും ഉണ്ടാവും. ഇയാൾ പെർമനന്റ് ആണ്, വളരെ മറ്റേ തലമൂത്ത കൺസൾട്ടന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ആളിങ്ങനെ ഡിന്നറിന് വരുന്നില്ലേ, ഡിന്നറിന് പോയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് 2-3 ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതെന്താ ഉത്തരം തരാത്തെ, അങ്ങനെ ഒരു 3-4 മെസ്സേജസ് ഈ കുട്ടിക്ക് അയച്ചു. അപ്പം ഈ കുട്ടി ആദ്യം എനിക്ക് എക്സ്ക്യൂസ് പറയുന്നു. പിന്നെ ഐ ഡോണ്ട് നോ, അത് ഞാൻ ഇവിടെ ഐ ഡോണ്ട് നോ എന്നല്ല, ഐ നോ ബട്ട് ഐ ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് ഐ ഷുഡ് എക്സ്പ്ലെയിൻ ഹെർ നറേഷൻ. 2-3 തവണ പറയുന്നു. അപ്പം ഇങ്ങനെ 1-2 നമ്മളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നു, നമ്മളൊക്കെ ഓക്കെ ആണെന്ന് പറയുന്നു. ആക്ച്വലി ഇന്റേണൽ കമ്മിറ്റി ഒക്കെ ഓക്കെ, അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ തന്നെ അങ്ങേരെ അവിടെ നിന്ന് മാറ്റി ആളെ എല്ലാ
അയാളുടെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയും അയാളെ ഡിമോട്ട് ചെയ്യുകയും അയാൾക്കെതിരെ ഇത് ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീടാണ്, അതായത് ആദ്യം ഇമീഡിയറ്റ് ആക്ഷൻ, ലൈക്ക് യുനോ നമ്മളിപ്പോൾ പറയുമല്ലോ ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരെ ആദ്യം നിന്ന് റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന പോലെ അത് കാണുന്ന ഒരു വിസിബിൾ ആയിട്ടൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഒരാൾ അപ്പം തന്നെ അവിടെ നിന്ന് അയാൾ അവിടെ നിന്ന് മാറ്റുന്നു എന്ന രീതിയിൽ. എന്നിട്ട് ഈ കുട്ടി ഇത് ഒരു സീനിയർ വ്യക്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ ഇങ്ങനെ ചിരിച്ചിട്ടു, അല്ലെങ്കിലും അങ്ങേര് ഇങ്ങനെയാ, അയാളുടെ സ്വഭാവം ഇതാ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വെർബൽ വാർണിംഗും കൊടുത്തു, ലൈക്ക് യു ആർ എനേബിളിങ് ഇറ്റ്. എന്നിട്ട് അങ്ങേർക്ക് മറ്റേ പോകുന്നവരും വരുന്നവരും ഒക്കെ വാട്ട് ഈസ് എനേബിളർ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ കൊടുത്തത് വലിയൊരു, എനിക്ക് ആദ്യമായിട്ടാണ് അത്ര വളരെ സ്വിഫ്റ്റ് ആക്ഷൻ എടുത്തിട്ട് പിന്നീട് അയാൾ ഒരു അക്കാദമിക്സിനും ഇല്ല. എന്നിട്ട് 1 year കഴിഞ്ഞിട്ട് ഈ കുട്ടി അവിടെ നിന്ന് പോയതിന് ശേഷമോ എന്തോ ഇയാളെ വീണ്ടും അക്കാദമിക് ചെയർമാൻ എന്തിന്റെ ഒന്നിലാക്കി, വേറെന്തോ ആളില്ലാത്തപ്പോഴും എന്തോ ചെയ്തപ്പം ആരോ ഒരാൾ ആക്കിയതിനെതിരെ അവിടുത്തെ ഒരു ആളൊഴിച്ച് ബാക്കി ആളുള്ള എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്തു ആ അക്കാദമിക് ഇതിന്. അതോടുകൂടെ വീണ്ടും അതിൽ നിന്ന് തന്നെ വീണ്ടും അയാളെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി. ഇങ്ങനെ ആക്ഷൻ എടുക്കുന്ന, ഞാനിപ്പോൾ ടിസ്, ഞാൻ പഠിച്ച അടുത്ത് ഇങ്ങനെയുള്ള കുറച്ചിടത്തേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തൊരു എക്സംപ്ലറിയാണ്, എനിക്ക് കേട്ടിട്ട് രോമാഞ്ചം വരുന്നു. എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എന്താണ് അവിടെ ICC എന്ന് പറയുന്ന ഒരു സാധനമേ ഉണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴാണ് എന്താണ് ഏതാണ് ഞങ്ങളുടെ എന്താണ് ആക്ച്വലി ഗായത്രി അത് പറഞ്ഞത് നന്നായി. ബിക്കോസ് അനദർ ആസ്പെക്ട് ഓഫ് കൺസെന്റ് ആണ് അവിടെ വരുന്നത്, പവർ എന്ന് പറയുന്ന സംഭവം. അപ്പം എന്താണ് നമ്മുടെ മോളിൽ പവർ എക്സേർട്ട് ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ അടുത്ത് ഡിന്നറിന് വരാമോ എന്ന് ചോദിക്കുന്നത് പോലും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം എന്റെ സിറ്റുവേഷനിൽ പ്രൊഫസേഴ്സ് ആയിരുന്നു, 3 പ്രൊഫസേഴ്സ് ആയിരുന്നു പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രൊഫസേഴ്സ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പഠിച്ച ഒരു ഫിലിം സ്കൂളിലാണല്ലോ, അപ്പം അവിടെ എന്താണ് സിനിമ, അതായത് സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇമാജിൻ 2 പേർ സെക്സ് ചെയ്യുകയാണ്, അവർ തമ്മിൽ ഓർഗാസം ഉണ്ടാവുന്നത് പോലെയാണ് സ്ക്രിപ്റ്റിന്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ, എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഗതികളിൽ വെച്ച് തുടങ്ങി എന്താണ് അൺസോളിസിറ്റഡ് ആയിട്ടുള്ള സെക്ഷലി അപ്രോച്ച് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വരെ എത്തി നിന്ന് ഒരു കേസ് റേപ്പ് ആയിരുന്നു. അതുവരെയുള്ള സംഭവങ്ങൾ ആ പ്രൊഫസേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവറാണ്. നമുക്ക് ഇപ്പൊ പവർ ഡിറൈവ് ചെയ്യുന്ന സംഭവങ്ങൾ കുറെ ഉണ്ട്. ഇപ്പൊ ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള ഇക്വേഷനിൽ അവിടെ ഒബ്വിയസ്ലി പവർ ഉണ്ട്. ഇപ്പൊ ഗായത്രി പറഞ്ഞ പോലെ സീനിയർ ഡോക്ടർ ജൂനിയർ ഡോക്ടർ എന്ന സ്ഥലത്ത് പവർ ഉണ്ട്. ഇപ്പൊ ഡോക്ടർ നേഴ്സ് എന്ന സ്ഥലത്ത് പവർ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ മറ്റേ ജഡ്ജി ഉണ്ടായിരുന്നല്ലോ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെയുള്ള സംഭവങ്ങളിൽ അവിടെ പവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ചെന്നിട്ട് കെൻ യു ഹാവ് സെക്സ് വിത്ത് മീ എന്ന് ചോദിക്കാൻ ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ നമ്മൾ കൊടുക്കുന്ന കൺസെന്റ് എന്ത് തരത്തിലുള്ളതാണ് എന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഞാൻ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രൊഫസർ എനിക്ക് മാർക്ക് കുറച്ച് തരുമോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറച്ച് തരുമോ എന്നുള്ളതല്ല, എന്റെ അടുത്ത് ഈ പ്രൊഫസർ സംസാരിക്കാണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വിലപ്പെട്ട ലെസൺസ് കിട്ടാതെ പോവോ എന്നൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നമുക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റീസിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ട് ഇതിനെ സംബന്ധിച്ചെടുത്ത്. എന്താണ് പവർ, അതായത് നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അത് ഒരിക്കലും പ്രൊഫസർ ആയി ഇരിക്കുന്ന സമയത്ത് ആവാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉള്ള കുറെ സ്ഥലങ്ങളുണ്ട് ഇന്ത്യയുടെ പുറത്തൊക്കെ. ഇന്ത്യയിലാണെങ്കിലും അതിന് ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ട്. റേപ്പ് ആണെങ്കിൽ ആ പവറുള്ള സംഭവം ഉപയോഗിച്ചുള്ള റേപ്പിന് ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ട്, എനിക്കിപ്പോ ഓർമ്മയില്ല. അതിന്റെ കൂടെയുള്ള ഒരു സംഭവം കൺസെന്റിനെ പറ്റി പറയുമ്പോഴാണ് കോവേർഷൻ. അപ്പം നമ്മൾ കൊടുക്കണ കൺസെന്റ് ഇപ്പം ഒരു കാലത്ത് ഫെമിനിസ്റ്റ് മൂവ്മെന്റ് പറഞ്ഞിരുന്ന നോ മീൻസ് നോ, യെസ് മീൻസ് യെസ് എന്നായിരുന്നെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. കാരണം യെസ് എന്ത് തരത്തിലുള്ള യെസ് ആണ് എന്നും കൂടെ ഫെമിനിസം ഇപ്പൊ പരിശോധിക്കുന്നുണ്ട്. കാരണം യെസ് എന്ന് പറയണ സമയത്ത് കോവേർഷനിൽ കൂടെയാണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തും, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഇതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇപ്പം പല എന്താണ് ഈ ഗോഡ് പീപ്പിളിന്റെ കേസിലും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസത്തിനെ മുതലെടുത്ത് നടത്തുന്ന സംഭവങ്ങൾ, അതിലൊന്നും കൺസെന്റ് ഉണ്ട് എന്ന് നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ നിങ്ങൾ ചെയ്തോളൂ, കാരണം എനിക്ക് പേടിയുണ്ട് എന്റെ കുടുംബം കഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കാരണം ആ കോവേർഷൻ നടക്കണത്
കൺസെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം അനുഭവങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതാണ്. അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പവറും കോവേർഷനും. അതൊന്ന് മെൻഷൻ ചെയ്യണം തോന്നി. നമുക്ക് ഇനി സംസാരിക്കാത്ത വിഷ്ണുപ്രിയ ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല, സംസാരിച്ചിട്ടില്ല. പറഞ്ഞോ വിഷ്ണുപ്രിയ. ഞാനേ കൂടെ രണ്ടാൾക്കാരുണ്ട്. അപ്പൊ ചിലപ്പോ കുറച്ച് ശബ്ദമൊക്കെ കേൾക്കുവേ. കുഞ്ഞു വാവകളുണ്ട്, ഒരാൾക്ക് 9 അതിനിപ്പെന്താ? മാസവും. അല്ല, അയ്യടാ. ഞാൻ ഇടയ്ക്ക് ഒരിടത്ത് പോലെ സംസാരിക്കാൻ പോയിട്ട് ഇതിനിടയ്ക്ക് ഇവനൊന്ന് എന്റെ കയ്യിലായിരിക്കുന്ന ആള് നിലത്ത് നോക്കില്ല, ഇവനൊന്ന് ഒച്ച ഇട്ടു, നേരെ എന്നെ പിടിച്ച് ഓഡിയൻസിൽ ഇട്ടു. അപ്പൊ ഞാനത് മുൻകൂർ ജാമ്യം അയ്യോ. എടുത്തതാ. അങ്ങനെ ചെയ്യുന്നത് സെക്സിസ്റ്റ് ആണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം അങ്ങനെ ഇതെന്താണിത്? ചെയ്യാൻ ഞാൻ നമ്മൾ എന്റെ പ്രയോറിറ്റി ജോസഫൈനും അല്ലല്ലോ. എന്തായാലും കാരണം അതെ മക്കളെ അതെ വിട്ടിട്ട് അതെ വന്നിട്ട് അത് എനിക്ക് വളരെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇൻസെൻസിറ്റീവ് ആണ്. അതെ ഇത് അല്ല, ഇത് ഞാൻ പിന്നെ വേറൊരു സ്ഥലത്ത് 9 കണ്ടിട്ട് മാസം അല്ല വിഷ്ണുപ്രിയ സംസാരിച്ചോ, സോറി പറഞ്ഞോ വിഷ്ണുപ്രിയ. ഈ 9 മാസം പ്രായമായ ഒരുത്തനോട് അമ്മ ഇവിടെ കാര്യമായിട്ടൊരു കാര്യം സംസാരിക്കുകയാണ്, നീ മിണ്ടാതിരിക്കുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനൊന്നും മനസ്സിലാവില്ല. അതാ അപ്പൊ ആള് അങ്ങനെ വന്നല്ലോ. അവൻ പൊക്കത്തന്നെയുണ്ട്, താഴെ വെക്കുന്നില്ല. അവന്റെ വിചാരം അവന് സംസാരിക്കണം, ഞാൻ ആരോട് സംസാരിച്ചാലും അവന് സംസാരിക്കണം, ഞാൻ ചിരിക്കുമ്പോ അവനും ഉറക്കെ ചിരിക്കും. അവൻ നമ്മളെക്കാളും വലിയ ആളാന്നാണ് അവന്റെ വിചാരം. അയ്യോ, അപ്പൊ ഓക്കെ നിങ്ങൾ പറഞ്ഞോ ഞാൻ വിഷ്ണുപ്രിയ. ഞാൻ സംസാരിക്കുന്നത് ത്രൂ ഔട്ട് അതേ ടോണിൽ അവന് സംസാരിച്ചോണ്ടിരിക്കുന്നു മാത്രം. അത് ഞാൻ മുൻപേ അത് പറയാൻ കാര്യം. അപ്പൊ കുഴപ്പമില്ല പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെ സാധാരണ രീതിയില്, സാധാരണ എന്ന് പറയാൻ പറ്റില്ല, ലോവർ ക്ലാസ് രീതിയിലുള്ള സാഹചര്യത്തില് ജീവിച്ചു വളർന്ന ഒരാളാണ്. അതായത് നിറയെ വീടുകളൊക്കെ ഉള്ള, നമുക്ക് വേണമെങ്കിൽ കോളനി എന്നൊക്കെ രീതിയിൽ പറയാവുന്ന രീതിയില്. അപ്പൊ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഞങ്ങളുടെ നാട്ടില്, അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞൊരു സമയത്ത് ഉടുപ്പിട്ടിട്ട് സൈക്കിൾ ഓടിച്ച സമയത്ത് പെൺകുട്ടികൾ, പ്രായം തികഞ്ഞ പെൺകുട്ടികൾ ഉടുപ്പിട്ട് സൈക്കിൾ ഓടിക്കുക, ഇത് വലിയൊരു മഹാഭാരതം എന്ന രീതിയിൽ അവിടുത്തെ എല്ലാ അമ്മമാരും കൂടെ വിചാരണയൊക്കെ ചെയ്ത അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നൊരു പെൺകുട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. വലിയ കൈയുള്ള ഉടുപ്പുകള്, വലിയ എന്നെക്കാളും 2 സൈസ് കൂടുതൽ ഉടുപ്പുകളൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ കോളേജ് പഠിക്കുന്ന ആ സമയത്ത്, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ആണ്. കോളേജ് പഠിക്കുന്ന ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും കുറെ കഥയും കവിതയൊക്കെ എഴുതുകയും ഇടയ്ക്കൊക്കെ അത് മാതൃഭൂമിയിലൊക്കെ അച്ചടിച്ച് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമ്പുകള്, സാഹിത്യ അക്കാദമിയുടെ ക്യാമ്പുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1-2 വട്ടം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വട്ടം ഇതുപോലെ ക്യാമ്പിലാണോ അതോ ഞാൻ അക്കാദമിയിൽ വെറുതെ പോയപ്പോഴാണോ എന്നറിയില്ല, അവിടെ ഉണ്ടായ ഒരു അനുഭവമാണ് പറയണത്. അതായത് നമ്മള് എഴുതുന്ന കഥയിലോ കവിതയിലോ മുല എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇവരൊക്കെ വിചാരിക്കുന്ന ആ രീതിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ആ രീതി കുറച്ച് പുരോഗമനം എന്ന രീതിയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തൊടാനുള്ള ഒരു കൺസെന്റ് ആണത്. നിങ്ങൾ കഥയായിട്ടോ കവിതയായിട്ടോ ലേഖനമായിട്ടോ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊക്കെ എനിക്കും കൂടെ അങ്ങനെയൊക്കെ ആവാം എന്നുള്ള എന്റെ ഒരു കൺസെന്റ് ആണ് എന്നാണ് ഇവരുടെ ധാരണ. അപ്പൊ അതുപോലെ ആരോ വേറൊന്നല്ല, തോളത്ത് കയറാൻ ശ്രമിച്ചപ്പോ ഞാൻ നോ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എന്തായെന്ന് അറിയാം, ഞാനൊരു സദാചാരിസ്റ്റ് ആയിപ്പോയി. അപ്പൊ പിന്നെയുള്ളൊരു ചാപ്പകത്തിൽ എന്താ വെച്ചാൽ, പുരോഗമനമൊക്കെ എഴുത്തിൽ മാത്രമേ ഉള്ളൂ. ഈ നമുക്ക് താല്പര്യമില്ലാത്തവരാണ് നമ്മുടെ ശരീരത്തിൽ തൊടുമ്പോൾ നോ എന്ന് പറയുന്നതും പുരോഗമനമാണ് എന്ന് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഉടനീളം പിന്നെ നമ്മുടെ പേര് തന്നെ സദാചാരിസ്റ്റനായി മാറും. അതാണ് എനിക്ക് പറയാനുള്ള ഇതൊരു മാനിപ്പുലേറ്റീവ് ആണ്. നിങ്ങൾ അത്യാവശ്യം പുരോഗമനം ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ തോളത്ത് കൈയിടാനോ അതല്ലെങ്കിൽ എന്ത് രീതിയിലാണെങ്കിലും, അതല്ല സെക്സിന്റെ രീതിയിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ സെക്സിനും മറ്റും നിങ്ങൾ അതിന് നിന്ന് കൊടുക്കണം, അങ്ങനെ ആകുമ്പോഴേ നിങ്ങളൊരു എഴുത്തുകാരി ആവുന്നുള്ളൂ എന്നൊക്കെ പറയാതെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്.